ഇനി മുതൽ കാനഡയിലേക്ക് വിസിറ്റർ വിസയിൽ വരിക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. മുൻപുണ്ടായിരുന്ന കണക്കനുസരിച്ച് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് എത്തിപ്പെടാവുന്ന ഒരു രാജ്യമായിരുന്നു കാനഡ. പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നവംബർ 6 മുതലാണ് കാര്യങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കാനഡയിലേക്ക് വരണമെങ്കിൽ പ്രധാനമായിട്ടും പല കാര്യങ്ങളും കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കാനഡയിലേക്ക് നേരത്തെ വരണമെങ്കിൽ പല വിസകളിൽ ആളുകൾക്ക് വരാമായിരുന്നു. പ്രധാനമായിട്ടും വിസിറ്റർ കാറ്റഗറിയിൽ തന്നെ സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിസയാണ് മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എൻട്രി എന്ന് പറയുമ്പോഴേക്കും 10 വർഷത്തെ വിസ അടിക്കുന്നു. ഏതെങ്കിലുമൊക്കെ സമയത്ത് പല സമയങ്ങളിലായിട്ട് ആളുകൾക്ക് ഇവിടെ വന്ന് സന്ദർശിച്ച് തിരിച്ചു പോകാൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിലൊരു മാറ്റം എന്ന് പറയുന്നത് വിസ അപ്രൂവ് ചെയ്യുന്ന ഓഫീസറിന് തന്നെ തീരുമാനിക്കാവുന്നതാണ് സിംഗിൾ എൻട്രി ആവണമോ അതോ മൾട്ടിപ്പിൾ എൻട്രി ആവണമോ എന്നുള്ള കാര്യം. പ്രധാനമായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് കാനഡയിലേക്ക് ആളുകൾ വരുന്നത്. പിന്നെ ആളുകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കാനഡയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ സിക്കായിട്ടിരിക്കുന്ന, വയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പേരൻസ് കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. അതിനുശേഷം അവർ തിരിച്ചു പോകുന്നു. അങ്ങനെ പല കാറ്റഗറിയിലും ആളുകൾ വരുന്നുണ്ട്. ഓഫീസേഴ്സിന് കൊടുത്തിരിക്കുന്ന ഒരു സമയപരിധി അതിനി അവർക്ക് കൂടുതൽ ദീർഘിപ്പിക്കാവുന്നതാണ്. അപേക്ഷ വെച്ച ശേഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. നിരവധി ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അപ്രൂവലിന് വേണ്ടി. നേരത്തെ പെട്ടെന്ന് നമുക്കത് ലഭിക്കുന്നതായിരുന്നു. മറ്റൊരു കാര്യം സോഴ്സ് ഓഫ് ഫണ്ടാണ്. കാനഡയിലേക്ക് വിസിറ്റർ വിസയിൽ വരുമ്പോഴേക്കും ഒരു ഫണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ജെനുവിനിറ്റി അവർ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ആരെങ്കിലുമാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിഥിയായിട്ട് നമ്മളെ ഇവിടെ സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെ ഇൻകം സോഴ്സും ഇനി അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ കണക്കിലെടുത്തായിരിക്കും ഇവിടുത്തെ എൻട്രിയും താമസവും ഒക്കെ അവർ തീരുമാനിക്കുന്നത്. മൾട്ടിപ്പിൾ എൻട്രി ആവണമെന്നോ സിംഗിൾ എൻട്രി ആവണമെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പോളിസി കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഓഫീസേഴ്സിന് മറ്റു രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻസും വിസ അപ്രൂവലിന് വേണ്ടി പരിഗണിക്കാമെന്ന്. ആ ഒരു കൺസിഡറേഷൻ ഇനി ഒരു വിലങ്ങുതടിയാവാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പല രാജ്യങ്ങളുമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാനഡയ്ക്കുണ്ട് ഇപ്പോൾ. അത് കാരണം അതും ഒരു പരിഗണനയായിരിക്കും വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ. പൊളിറ്റിക്കൽ കണ്ടീഷൻസ് നല്ലതല്ല എങ്കിൽ അവിടെ നിന്നും വിസിറ്റർ വിസ അപ്രൂവ് ആകാനുള്ള സാധ്യതയുമില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സന്ദർശക വിസയിൽ നിരവധി നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഈ ഒരു പ്രഖ്യാപനം നവംബർ 6 നടത്തിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്ക് അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് കൊടുക്കുന്നതാണ്. കാനഡയിലെ ഇമിഗ്രേഷൻ പോളിസികൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടിമുടി മാറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലെല്ലാം. ഏറ്റവും പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന്റെ ഇൻടേക്കിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 10% ഉള്ളൂ വർക്ക് ഫോഴ്സിന്റെ ഫോറിൻ വർക്കേഴ്സ് ഉണ്ടാവൂ എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ അപ്ഡേറ്റ്. അതിനുശേഷം സ്റ്റുഡൻസിന്റെ എണ്ണം ഇനി വരും വർഷങ്ങളിലേക്ക് സ്റ്റുഡൻസിന്റെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത അപ്ഡേറ്റ് വന്നിരുന്നതാണ് PR ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തെ 5 ലക്ഷം എന്നുള്ള ടാർഗറ്റിൽ നിന്ന് അത് താഴേക്ക് പോയി 1 ലക്ഷം വെച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി കാനഡയിലേക്ക് വരുന്ന കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നു. അത് നെക്സ്റ്റ് ഡേ മുതൽ ഇത് എക്സിക്യൂട്ട് ചെയ്തു വരികയുമാണ്. നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ കൂടെയായിരുന്നു കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറയുമ്പോഴേക്കും ഫാസ്റ്റർ വിസ അപ്രൂവല്, സ്റ്റഡി പെർമിറ്റ് അപ്രൂവലായിരുന്നു അതിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ IELTSന് 6 ബാൻഡ് ഉള്ളവർക്ക്, ഇൻഡിവിജ്വൽ 6 ബാൻഡ് ഉള്ളവർക്കും പിന്നെ അവരുടെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സംവിധാനമായിരുന്നത്. അത് 14 രാജ്യങ്ങൾക്കായിരുന്നു ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. അങ്ങനെയാണ് പെട്ടെന്നുള്ള വിസ അപ്രൂവൽ നമുക്കറിയാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 6 ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടുമായിരുന്നു. ചിലർക്കൊക്കെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിസ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ആ സംവിധാനം പരിപൂർണമായിട്ട് ഉണ്ടാവുകയില്ല. കാരണം മറ്റ് രാജ്യങ്ങളിലുള്ള കുട്ടികളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരേ പ്രയോറിറ്റി തന്നെ കിട്ടുന്നതിന് ആർക്കും മുൻഗണനയില്ല. അതിനുവേണ്ടി ആ സിസ്റ്റമേ അങ്ങ് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം സ്റ്റുഡൻസ് ഒക്കെ ഇനി വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒത്തിരി കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്. ഈ 3,85,000 കുട്ടികൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലും
ഇനി കാലതാമസം നേരിടും വിസ ആപ്ലിക്കേഷന് വേണ്ടി. അതാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയൊരു അപ്ഡേറ്റ്. അത് ഞാൻ ഈ ന്യൂസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് കിട്ടിയത്. അത് കാരണമാണ് ഞാൻ ഈ വണ്ടിക്കകത്തിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസ് തുടരാം. US ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്, റിസൾട്ട് വന്നിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ ഇനി ജനുവരിയിൽ ഏറുന്നതാണ്. നമ്മുടെ പോളൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ച് വളരെ നന്ദി. 1200 പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 62% നമ്മുടെ പോളിലും കാര്യങ്ങൾ വന്നിരുന്നത്, ട്രംപിനുള്ള വോട്ട് വന്നിരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കാനഡ US ബന്ധം എങ്ങനെ പോകും, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത്. ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ്, അതായത് ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ടാക്സ് താരിഫുകളും കാനഡയിലും ഏർപ്പെടുത്തും എന്നുള്ള കാര്യം. അതേപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ടീം കാനഡ, അതായത് കാനഡയിൽ നിന്നുള്ള ഒരു ടീം ഒരു 3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ വാഷിങ്ടണിലും ന്യൂയോർക്കിലും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. മിനിസ്റ്റേഴ്സും പിന്നെ ഇവിടുത്തെ ഓഫീസേഴ്സും ഒക്കെ അടങ്ങുന്ന ടീം. അപ്പം അവർ പറയുന്നത് US ഇലക്ഷനിൽ ഉള്ള റിസൾട്ട് ഡിപ്പെൻസ് ആണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കമല ഹാരിസിൻ്റെ ടീമുമായിട്ടും അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ടീമുമായിട്ടും ഒരുപോലെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ. ട്രംപ് അധികാരത്തിൽ ഏറുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസികളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയുന്ന പോളിസികളാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US നിന്ന് കാനഡയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ പറ്റിയുള്ള ഗൂഗിൾ സെർച്ച് നന്നായിട്ട് ഉയർന്നതായിട്ട് നമ്മൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തന്നെയാണ് പല അപ്ഡേറ്റ്സും വിസിറ്റർ വിസയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഇനി ഒരു വലിയ അഭയാർത്ഥി തള്ളിക്കയറ്റം ബോർഡറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാനഡ കണക്കിലെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തു വരികയാണ്. നമുക്ക് കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. അടുത്തതായിട്ട് കാനഡ ഇന്ത്യ പ്രശ്നങ്ങൾ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാനഡ ഒണ്ടേരിയോ, ബ്രാംപ്ടൺ, പിന്നെ വാൻകൂവർ, സറേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല അക്രമ സംഭവങ്ങളും ഉണ്ടായി. അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് വിതരണം, അതായത് പല ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സേവനങ്ങളും പല അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ നമ്മുടെ അമ്പലങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. അതിനാൽ ഇന്ത്യ കോൺസുലേറ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അത്തരം കാര്യങ്ങളൊന്നും ഇനി മുന്നോട്ട് തുടരുന്നില്ല എന്നുള്ളത് സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ന്യൂസ്, ഗ്ലോബൽ മെയിൽ, CBC ന്യൂസൊക്കെ കാണാവുന്നതാണ്. ഞാനൊരു ഫ്രീലാൻസറാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ കേട്ട ശേഷം നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റ് അക്രമസംഭവങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും പോലീസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ നോക്കുക. എമർജൻസി അലേർട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അങ്ങനെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. വെതർ അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും ഈ ആഴ്ചത്തെ വെതർ നമുക്കൊന്ന് അറിയാം. ഏകദേശം 9 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയാണ് സെൽഷ്യസ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങൾ ഓർക്കാറുണ്ട് വീണ്ടും സമ്മറിലേക്ക് കാനഡ കിടക്കുകയാണോ എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ വർഷമായിരുന്നു ഏറ്റവും ചൂടുള്ള വർഷം. റെക്കോർഡ് ചൂട് തന്നെയായിരുന്നു ലോകം ഒട്ടാകെ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും ഇങ്ങനെയുള്ള ചൂടിൻ്റെ കാഠിന്യത്തിന് കാരണം. ഇനി നമുക്ക് മഞ്ഞുകാലം അടുത്ത് വരികയാണ്. മഞ്ഞ് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ക്രിസ്മസ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഡിസംബറിലാണ് കഴിഞ്ഞ വർഷവും മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരെയാണ് മഞ്ഞുകാലം തുടരുന്നത്. ഈ സമയത്ത് എല്ലാവരും അധികം ആളുകൾ വിൻ്റർ പർച്ചേസിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സമയമാണ്. ജാക്കറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സമയമാണിത്. കോസ്കോയെ പിന്നെ മറ്റ് റീറ്റെയിൽ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷൂസ്, അതോടൊപ്പം തന്നെ ജാക്കറ്റ്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടില്ല. പ്രത്യേകിച്ചും പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കുക. പിന്നെ പല കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകളിലും യൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ വാങ്ങുന്നതിൽ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നല്ല സാധനങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ ഡൊണേറ്റ് ചെയ്യാറുള്ളൂ. ത്രിഫ്റ്റ് സ്റ്റോറുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നതിനും മടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം വളരെ ഫ്രൂഗലായിട്ടുള്ള, വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കാനഡയിൽ കെട്ടിപ്പടുത്തുക. അതിനുശേഷം നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും ലാവിഷായിട്ടൊക്കെ ജീവിക്കാം. അപ്പോൾ അതൊക്കെ നോക്കുക. മറ്റു പ്രധാന അറിയിപ്പുകൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മുടെ ഇമിഗ്രൻറ്റ് ഫെയർ ആണ്. ഇമിഗ്രൻറ്റ് ഫെയർ നടക്കുന്നത് 14-ാം തീയതിയാണ് നടക്കുന്നത്. മിസ്സിസാഗയിൽ വെച്ചാണ് നടക്കുന്നത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ PR ഉള്ളവരോ സ്റ്റുഡൻസോ ഒക്കെ ജോലി തരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോബ് ഫെയർസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് 12-ാം തീയതി ഒരു ഓൺലൈൻ വെബിനാർ നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും PR ഉള്ളവർ, സിറ്റിസൺസൊക്കെ
ജോലികൾ ചേഞ്ച് ചെയ്യുന്നതിനോ പുതുതായിട്ട് പഠിക്കുന്നതിനോ ഫണ്ടിങ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഓപ്ഷൻസാണ് അതിലുള്ളത്. അത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിജ്ഞാനപ്രദമായിട്ടുള്ള ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും bijo@canadiansskills.c ഇമെയിൽ അയച്ചാൽ മതി. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ CPR ക്ലാസ് ഇനി നടക്കുന്നുണ്ട്. CPR ക്ലാസ് നടക്കാൻ പോകുന്നത് ഇനി ഡിസംബർ 9 അടുത്ത ക്ലാസ് നടക്കുന്നത്. അത് നമ്മുടെ ടൊറൻറ്റോയിലുള്ള സ്ഥാപനത്തിലാണ് നടക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നവംബറിൽ ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ലണ്ടൻ ഒണ്ടേരിയോയിൽ. അത് നവംബർ 27 അത് 10 പേരെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നടത്തുന്നതാണ്. ലൈബ്രറി വെച്ചാണ് ക്ലാസ് നടത്തുന്നത്. ആർക്കെങ്കിലുമൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെക്യൂരിറ്റി ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ CPR ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് info@canadianskills.c ഒരു ഇമെയിൽ അയച്ചാൽ മതി. അതിൻ്റെ വിവരങ്ങൾ അടങ്ങുന്ന മെയിൽ നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.